friends, welcome to YA Solutions. നമ്മൾ ഇന്നത്തെ സെഷനിൽ നോക്കാൻ പോകുന്നത് നമ്മൾ ഇതുവരെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ആ ഒരു ബിൽഡിംഗ് പ്ലാനിനെ എങ്ങനെയാണ് റൂഫ് ക്രിയേറ്റ് ചെയ്യുന്നതിനുള്ളതാണ്. ഇപ്പോൾ നമുക്ക് റൂഫ്സ് എന്ന് പറയുമ്പോൾ തന്നെ ഒരുപാട് ടൈപ്സ് ഉണ്ട്. നമ്മൾ നോർമൽ ആയിട്ടുള്ളൊരു ഫ്ലാറ്റ് റൂഫ് എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നതിനുള്ളത് ആദ്യം നോക്കാം. അത് കഴിഞ്ഞ് നമുക്ക് സ്ലോപ്പ് റൂഫ് എങ്ങനെയാണ് വരുന്നതിനുള്ളതും നോക്കാം. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് ആസ് യൂഷ്വൽ നമ്മളിത് എടുത്തു കഴിഞ്ഞതിന് ശേഷം ഇങ്ങനെ നമുക്ക് ലെവൽ 2ൽ ഫ്ലോർ പ്ലാൻ കാണാൻ പറ്റും. അത് കഴിഞ്ഞ് നമ്മളിപ്പോൾ റൂഫിനുള്ളതിലാണ് എടുക്കേണ്ടത്. റൂഫ് എന്ന് പറയുന്നിടത്ത് റൂഫിനകത്ത് ഒരുപാട് ടൈപ്സ് ഉണ്ട്. റൂഫ് ബൈ ഫുട് പ്രിൻറ്റ്, റൂഫ് ബൈ എക്സ്ട്രൂഷൻ, റൂഫ് ബൈ ഫേസ്, ഇതെല്ലാം നമ്മൾ ഓരോന്നായിട്ട് നോക്കുന്നതാണ്. ഓക്കെ, ഇതിനകത്ത് റൂഫ് ബൈ ഫുട് പ്രിൻ്റ് ആണ് ആദ്യം കിടക്കുന്നത്. നമ്മൾ ആദ്യം അതൊന്ന് ട്രൈ ചെയ്യാം. ഓക്കെ, റൂഫ് ബൈ ഫുട് പ്രിൻ്റ് ഞാൻ കൊടുത്തു കഴിയുമ്പോഴത്തേക്കും ഇവിടെ ആസ് യൂഷ്വൽ നമുക്ക് നേരത്തെ ഉള്ള എല്ലാം ഇതിനകത്ത് കാണിക്കുന്ന പോലെയാണ് ഡ്രോയിങ് ടൂൾസൊക്കെ നമുക്ക് അപ്പിയർ ആവുന്നത്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ എപ്പോഴും നമ്മൾ ചെയ്യുമ്പോഴത്തേക്കും ഹൗ ടു ടേക്ക് എ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുന്നത് തന്നെയാണ് എല്ലാത്തിനും നല്ലത്. നമ്മൾ എന്ത് ചെയ്യുക, എഡിറ്റ് ടൈപ്പ് കൊടുക്കാം. എഡിറ്റ് ടൈപ്പ് കൊടുത്തിട്ട് ഡ്യൂപ്ലിക്കേറ്റ് എടുക്കുക. ഞാനിവിടെ റൂഫ് എന്ന് പറഞ്ഞത് തന്നെയാണ്. റൂഫ് നമ്പർ പോയിൻറ്റ് ചിലപ്പോൾ അങ്ങനെ കൊടുക്കാം. ഓക്കെ കൊടുത്തതിന് ശേഷം എഡിറ്റ് കൊടുക്കുക. അതിൻ്റെ തിക്നെസ് ഇവിടെ ഉണ്ട്. ഞാൻ 10 സെൻറ്റിമീറ്ററാണ് നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. സോ 10 വെച്ചു. ഇതിനകത്ത് മെറ്റീരിയലിനുള്ളത് നമുക്ക് മെറ്റീരിയൽ ഇതിനകത്തുണ്ടാവും. കോൺക്രീറ്റ് ആയിട്ടുള്ള സംഭവങ്ങൾ വേണമെങ്കിൽ നമുക്ക് എടുക്കാൻ പറ്റും. ഓക്കെ, ഞാനിപ്പോൾ മെറ്റീരിയൽ എന്തുകൊണ്ടാണ് കോൺക്രീറ്റ് ആയിട്ട് എടുക്കുന്നത് പറഞ്ഞാൽ ഫസ്റ്റ് നമ്മൾ ഫ്ലാറ്റാണ് നോക്കാൻ പോകുന്നത്. അതുകൊണ്ട് കോൺക്രീറ്റ് ലൈറ്റ് വെയിറ്റിനുള്ളത് എടുക്കാം. അല്ലെങ്കിൽ ഞാൻ കൊടുത്തിരുന്നെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഓക്കെ കൊടുത്തു കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ നമുക്കത് ക്രിയേറ്റ് ആയി കഴിഞ്ഞു. നമുക്കിവിടെ റൂഫ് 1 എന്നുള്ളതാണ് നമ്മൾ ഇപ്പോൾ എടുത്ത് നമ്മൾ വരയ്ക്കാൻ പോകുന്നത്. ഇപ്പോൾ ഇതിനകത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ബേസ് ലെവൽ 3 ആണ് നമുക്ക് ആക്ച്വലി വരുന്നത്. ലെവൽ 1 എന്ന് പറയുന്നത് ഗ്രൗണ്ട് ലെവലിൽ നിന്ന് നമുക്ക് ഫൗണ്ടേഷൻ ആ ഒരു ബേസ് പ്ലിന്തിൻ്റെ ഹൈറ്റ് വരുന്നതാണ്. ലെവൽ 2 പറയുമ്പോഴത്തേക്ക് വോളാണ്. ലെവൽ 3യിലാണ് റൂഫ് വരുന്നത്. പക്ഷേ നമ്മളിവിടെ ലെവൽ 2 ആണ് ബേസ് ലെവൽ വെച്ചേക്കുന്നത്. ലെവൽ 3യിലോട്ട് പോയി കഴിഞ്ഞാൽ ലെവൽ 2യിലുള്ള ഡ്രോയിങ്സ് കൊണ്ട് തന്നെ നമുക്ക് കാണാൻ പറ്റത്തില്ല. സോ നമ്മൾ ലെവൽ 2യിൽ നിന്നാണ് വരയ്ക്കുന്നത്. സോ ഇതിനകത്ത് ബേസ് ലെവൽ 2 എന്ന് തന്നെ വെക്കുക. എന്നിട്ട് നമുക്ക് ബേസ് ഓഫ്സെറ്റ് ഫ്രം എത്ര ഹൈറ്റിലാണ് വേണ്ടത്. നമ്മളിപ്പോൾ വോളുടെ ഹൈറ്റ് എത്രയാണോ കൊടുത്തിരിക്കുന്നത് അതിൻ്റെ ഹൈറ്റിലാണ് നമുക്ക് വേണ്ടത്. ആ ഒരു ഹൈറ്റ് നമുക്ക് കൊടുക്കാം. ഓക്കെ, എന്നിട്ട് അപ്ലൈ കൊടുത്തു. ആ ഒരു ഹൈറ്റിലാണ് നമ്മുടെ റൂഫ് പ്ലേസ് ആവേണ്ടത്. ഇപ്പോൾ ഇതിനകത്ത് റൂഫ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ഓഫ്സെറ്റ് എത്രയാണ് വെക്കേണ്ടത്, എത്രയാണ് പുറത്തോട്ട് തള്ളി നിൽക്കേണ്ടത് എന്നുള്ളത് നോക്കുക. അത് ഞാൻ എടുത്തു. ഇവിടെ റെക്റ്റാങ്കിൾ ഷേപ്പായിട്ടുള്ള ഒരു പ്ലോട്ട് തന്നെ ആയതുകൊണ്ട് ഞാൻ റെക്റ്റാങ്കിൾ തന്നെ എടുക്കാൻ പോവുക. ഇതിനകത്ത് ഡിഫൈൻ സ്ലോപ്പ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ടാവും. അതിനെ നമുക്ക് അൺചെക്ക് ചെയ്ത് വിടണം. ഡിഫൈൻ സ്ലോപ്പ് എവിടെയാണ് വരുന്നതെന്ന് പറഞ്ഞാൽ നമുക്ക് ഹിപ്ഡ് റൂഫുകളും പിന്നെ ഗാബിൾ ടൈപ്പ് റൂഫുകളും ഒക്കെ ക്രിയേറ്റ് ചെയ്യുമ്പോഴാണ് സ്ലോപ്സ് വരുന്നത്. സോ ഞാനത് ഡിഫൈൻ സ്ലോപ്പ് അൺചെക്ക് ചെയ്തതിന് ശേഷം ഓഫ്സെറ്റ് എടുക്കുക. ഓഫ്സെറ്റ് നമുക്ക് 20 സെൻറ്റിമീറ്റർ മോഡ്. ഫ്ലാറ്റ് റൂഫിന് എത്ര മതിയാവും അങ്ങനത്തെ ഉള്ള രീതിയിൽ 20 സെൻറ്റിമീറ്ററിന് ഞാൻ എടുക്കുക. എടുത്തു കഴിഞ്ഞതിന് ശേഷം ഞാൻ ആ ഒരു പോയിൻ്റ് നോക്കിയിട്ട് റെക്റ്റാങ്കിൾ വരയ്ക്കുക. ഓട്ടോമാറ്റിക്കലി നമ്മൾ ഓഫ്സെറ്റ് 20 കൊടുത്തിരിക്കുന്നതുകൊണ്ട് 20 ഓഫ്സെറ്റിലാണ് നമുക്ക് ആ ഒരു റെക്റ്റാങ്കിൾ കിട്ടുന്നത്. ഞാനിപ്പോൾ കൊടുത്തു കഴിഞ്ഞു. ഓക്കെ കൊടുത്തു. അത്രയേ ഉള്ളൂ. ഇതിനകത്ത് റൂഫ് എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് അത്രയേ ഉള്ളൂ കിട്ടുക. ഓക്കെ, സെലക്ഷനിലായതുകൊണ്ടാണ് ഇങ്ങനെ കാണിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ഫ്ലാറ്റായിട്ട് നമുക്ക് റൂഫ് ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ നമ്മൾ നോക്കാൻ പോകുന്നത് ഈ ഒരു ഷെഡിലെ സ്ലാൻഡിങ് ആയിട്ടുള്ള ഒരു റൂഫാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ അതിനായിട്ടുള്ള ഒരു മുറി മാത്രമുള്ള രീതിയിൽ ഒരു ചെറിയൊരു ഏരിയ ഞാൻ വരച്ചിട്ടുണ്ട്. ഇതിനകത്ത് ഞാൻ റൂഫിനുള്ളത് എടുക്കുക. റൂഫിനുള്ളത് എടുത്തു കഴിഞ്ഞിട്ട് ഞാനൊരു റൂഫ് റെക്റ്റാങ്കിൾ എടുത്തു കഴിഞ്ഞതിന് ശേഷം ഓഫ്സെറ്റ് ഞാനൊരു 60യോ അല്ലെങ്കിൽ 90യോ ആസ് പെർ യുവർ വിഷ് അങ്ങനെ വെക്കുക. ഞാനൊരു 60 ആണ് വെക്കുന്നത്. വെച്ച് കഴിഞ്ഞിട്ട് ഞാൻ ഇവിടെ നിന്ന് ഇങ്ങനെ വരയ്ക്കാം. എനിക്ക് ഏത് സൈഡാണോ സ്ലോപ്പ് അഥവാ താഴത്തെ പോർഷൻ വരേണ്ടത് ആ ഒരു പോർഷൻ മാത്രം ഞാൻ സെലക്ട് ചെയ്യുക. എസ്കേപ്പ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ ഡ്രോയിങ് ടൂൾസിൽ നിന്ന് എക്സിറ്റ് ആവാം. ഇവിടെ കൊടുത്തു കഴിഞ്ഞതിന് ശേഷം ഞാൻ എന്ത് ചെയ്യുന്നു, ഡിഫൈൻ സ്ലോപ്പ് കൊടുക്കുക. ഇവിടെ 20 അല്ല, ഞാനൊരു 30 അല്ല 20 വല്ല ഞാൻ കൊടുക്കുക. എന്നിട്ട് ഓക്കെ കൊടുത്തതിന് ശേഷം നമ്മളിങ്ങനെ എടുത്ത് നോക്കുമ്പോഴത്തേക്കും ഇറ്റ് വിൽ ബി ലൈക്ക് നമുക്കിതിൻ്റെ 210 ലെവലാണ് നോർമലി ഈ ഷെയ്ഡൊക്കെ താഴെയാണ് വരുന്നത്. അപ്പോൾ ആ ഒരു 210 ലെവലിലാണ് നിൽക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു പോർഷൻ നമുക്ക് ഇതുമായിട്ട് എങ്ങനെ ജോയിൻ ചെയ്യുന്നത്, നമുക്ക് ഇത്രയല്ലേ ഉള്ളൂ വോൾ. അപ്പോൾ ഈ വോൾ ഇതിലൂടെ കൂടെ കണക്റ്റ് ആവണം. അതിന് വേണ്ടത് നമ്മളിങ്ങനെ ക്ലിക്ക് ചെയ്തിട്ട് സെലക്ട് ഓൺ ഇൻസ്റ്റൻസ് വിസിബിൾ ഇൻ വ്യൂ കൊടുക്കുമ്പോഴത്തേക്ക് നമുക്ക് ഈ ഫാമിലിയിൽ ഉൾപ്പെട്ട വോൾ 24-ലുള്ളത് എല്ലാം കൂടെ ഇതിനകത്ത് സെലക്ട് ആയി കഴിഞ്ഞു. ഇനി കൊടുത്തു കഴിഞ്ഞതിന് ശേഷം അറ്റാച്ച് ടോപ്പ്
കൊടുത്തു കഴിഞ്ഞാൽ നേരെ നമ്മൾ റൂഫിനെ സെലക്ട് ചെയ്യുക. ഏത് റൂഫ് വരെയാണ് വേണ്ടത് ആ ഒരു റൂഫിനെ നമുക്ക് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് വുഡ് ബി ലൈക്ക് ദിസ്. നമുക്ക് ഇതിൻ്റെ ഹൈറ്റുകളും ഒക്കെ കാര്യങ്ങളൊക്കെ നമ്മുടെ കസ്റ്റമൈസ്ഡ് ആയിട്ട് എങ്ങനെ വേണമെങ്കിലും നമുക്ക് വെക്കാം. തെളിയാൻ വേണ്ടിയിട്ടാണ് വലിയൊരു ഇത് കാണിച്ചിരിക്കുന്നത്. ഇങ്ങനെയാണ് നമുക്ക് സ്ലോപ്ഡായിട്ട് വരുന്നത്. നമ്മുടെ സ്റ്റെയർ കേസ് മുറികൾ, പിന്നെ ടെറസിൽ വെക്കുന്ന സ്റ്റെയർ കേസ് മുറി, പിന്നെ ഷെഡ് ഒക്കെ ആണെങ്കിൽ നമുക്ക് ഇങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത്. ഓക്കെ, പിന്നെ ഇത് തന്നെ നമുക്ക് ഇങ്ങനെ ആകുമ്പോൾ ചെയ്യാൻ പറ്റും. അല്ലാതെ ഇങ്ങനെ ഒരു എക്സ്റ്റൻഷനുള്ള രീതിയിലൊരു പ്ലോട്ടാണെങ്കിൽ നമുക്ക് എങ്ങനെയാണ് ചെയ്യാൻ പറ്റുക എന്നുള്ളത് നോക്കാം. റെക്റ്റാങ്കിൾ എടുത്തു കഴിഞ്ഞു. എനിക്കിത് റെക്റ്റാങ്കിൾ അല്ല, പക്ഷേ ഇതിന് ഒരു എക്സ്റ്റൻഷൻ ഉണ്ട്. ഞാനതിന് പിന്നെ ഞാൻ ട്രിം ചെയ്തെടുത്തേക്കും. അതുകൊണ്ടാണ് ഞാൻ റെക്റ്റാങ്കിൾ യൂസ് ചെയ്യുന്നത്. ഇഫ് യു ആർ നോട്ട് ദാറ്റ് മച്ച് കോൺഫിഡൻറ്റ് ഇൻ ട്രിമ്മിങ് സെക്ഷൻ യു ക്യാൻ ഗോ ബൈ ലൈൻ. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് ഞാൻ ഓഫ്സെറ്റ് എടുക്കുക. ഓഫ്സെറ്റ് ഞാനൊരു 60 അല്ലെങ്കിൽ 90 ഒക്കെ ആയിട്ട് കൊടുക്കാം. ഓക്കെ, 20 കൊടുത്തു. ഫ്ലാറ്റ് റൂഫാണ് ഉദ്ദേശിക്കുന്നത്. 120 സെൻറ്റിമീറ്റർ കൊടുത്തു. എന്നിട്ട് ഞാൻ ഇവിടം ഇരുന്ന് ഇവിടം വരെ ഒരു റെക്റ്റാങ്കിൾ, പിന്നെ ഇവിടെ നിന്ന് ഔട്ടർ സെക്ഷനിൽ നിന്നാണ് കൊടുക്കേണ്ടത്. അപ്പോൾ ഇവിടെ നിന്ന് ഇവിടം വരെ ഒരു റെക്റ്റാങ്കിൾ കൊടുത്തു കഴിഞ്ഞതിന് ശേഷം ഞാൻ എന്ത് ചെയ്യുന്നു, സ്പ്ലിറ്റ് എലിമെൻറ്റ് കൊടുത്തിട്ട്, സ്പ്ലിറ്റ് എലിമെൻറ്റൊക്കെ നമ്മൾ നേരത്തെ തന്നെ പ്രീവിയസ് സെഷൻസിൽ പഠിപ്പിച്ചിട്ടുള്ളതാണ്. ഒന്ന് അറിയത്തില്ലെന്നുണ്ടെങ്കിൽ ഒന്നും കൂടെ എടുത്ത് നോക്കുക. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് ഈ ഒരു പോർഷൻ നമുക്ക് വേണ്ട. ഫില്ലറ്റ് ചെയ്യുക, എന്നിട്ട് ഫില്ലറ്റ് കൊടുക്കുക. ഓക്കെ ഓക്കെ കൊടുത്തു. ഇപ്പോൾ നമ്മൾ 3D നോക്കുമ്പോഴത്തേക്കും ഓക്കെ ഇങ്ങനെ ആയിരിക്കും. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെന്നുണ്ടെങ്കിൽ ഡോണ്ട് ഫർഗെറ്റ് ടു സബ്സ്ക്രൈബ് ആൻഡ് താങ്ക്സ് ഫോർ സപ്പോർട്ട്. താങ്ക് യു.